celebrating his 60th birthday. Welcome to the Prashram. Now, he doesn't have any family here, but we are his family. Okay? A lot of times, friends are more important than family. So, especially in Sharad's life, we all have our own stories to tell about him, how we met him, how we know him, and what kind of impact he has in our lives. So this is his day, and we thank him for inviting us. And Sharad, this is your stage, okay? If you want to take the time to say anything, or if anybody wants to say anything about him, feel free. Anybody? ഭാഗവതത്തില് ഹിന്ദുക്കളുടെ പുരാണത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ കുഞ്ഞായിരിക്കും ഒരു 6 വയസ്സ് 7 വയസ്സില് കൂട്ടുകാരോട് പറയുന്ന ഒരു സ്റ്റോറിയുണ്ട്. അവരിങ്ങനെ വനത്തിൽ പോകുമ്പോൾ ഒരു വലിയ വൃക്ഷം കാണും. വൃക്ഷം കാണുന്ന സമയത്ത് അവർ പറയും, വൃക്ഷം കുട്ടികളോട് പറയും, നിങ്ങൾ കണ്ടോ സുധാമാവെ? ഏറ്റവും ക്ലോസ് ഫ്രണ്ട് സുധാമാവാണ്. സുധാമാവിനെ വിളിച്ച് പറയുന്നു, ഈ വൃക്ഷം നിങ്ങൾ കണ്ടോ? വൃക്ഷത്തിന്റെ അടുത്ത് വൃക്ഷത്തെ കണ്ട് നമ്മൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൃക്ഷത്തിന് ഒന്നും ആഗ്രഹങ്ങളില്ല. പക്ഷെ ആര് ചെന്നാലും വൃക്ഷം എല്ലാത്തിനും ഒരു തണല് കൊടുക്കും. തണല് മാത്രമല്ല, വൃക്ഷം കൊണ്ട് പല ഗുണങ്ങളും ജനങ്ങൾക്കുണ്ട്. ഒരു കമ്മ്യൂണിറ്റി അന്നത്തെ കാലത്ത് നിലനിർത്തിയിരുന്നത് വൃക്ഷമാണ്. ഡോക്ടർ ശരത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ശരത്തിന്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് അറിയാൻ പറ്റായിരുന്നു. വന്ന വഴിക്കാണ് ഞാൻ അറിഞ്ഞത് ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ഡോക്ടർ ഞങ്ങളെ വിളിച്ചത് ഒരു സ്പ്രിംഗ് ബ്രേക്കിന്റെ സെലിബ്രേഷൻ കളത്തരത്തിൽ ഞങ്ങളെ വിളിച്ചതാണ്. അപ്പം വന്ന വഴിക്ക് അറിഞ്ഞ സമയത്ത് നമുക്ക് ഈ കഥ ഓർമ്മ വന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചതും ഇദ്ദേഹത്തെ നമ്മൾക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും ഈ വൃക്ഷത്തിന്റെ കഥ പറഞ്ഞ പോലെ ഏർക്കും എപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, അങ്ങനെ അവിചാരിതമായിട്ട് നമുക്കൊരു സഹായത്തിന്റെ ആവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും വൃക്ഷത്തിന്റെ കാര്യം ഭഗവാൻ കുട്ടികളോട് പറഞ്ഞ പോലെ, വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ വൃക്ഷം നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മഹാവൃക്ഷമായിട്ട് അതിന്റെ അടിയിൽ നമ്മളെല്ലാം വന്ന് നിന്ന് പല കാര്യങ്ങളും, സ്നേഹമെങ്കിൽ സ്നേഹം, സൗഹൃദമെങ്കിൽ സൗഹൃദം, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് തിരിച്ചൊന്നും ആലോചിക്കാണ്ട്, വൃക്ഷത്തിനെ സംബന്ധിച്ച് അതാണ് വൃക്ഷം. ഒരു കാര്യം നമുക്ക് തിരിച്ച് വൃക്ഷത്തിന് ചെയ്യാൻ പറ്റത്തില്ല, വൃക്ഷത്തിനൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഡോക്ടർ ശരത് മേനോൻ. അങ്ങോട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. വടവൃക്ഷമായിട്ട് അവിടെ വളർന്ന് പന്തലിച്ച് നമ്മൾ അതിന്റെ അടിയിൽ എപ്പോഴും അതിന്റെ ശീതള ഛായയിൽ ഒരു ചെറിയ തണലിൽ നമുക്ക് ഇടയ്ക്ക് ഫോൺ വിളിക്കാനും ഇടയ്ക്ക് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾക്കും പരിഭവങ്ങൾക്കും ഒരു ആശ്രയമായിട്ട്